ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട ട്രേഡിങ്ങുകളാണുള്ളത്. ആ ട്രേഡിങ്ങുകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഒന്നാമത്തെ ട്രേഡിംഗ് ഇക്വിറ്റി ട്രേഡിംഗ് ആണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രേഡിംഗ് എന്നാണ് ഇക്വിറ്റി ട്രേഡിംഗ് അറിയപ്പെടുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ട്രേഡിങ്ങുകളും ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ത്യയിൽ ഏകദേശം 6000-ഓളം കമ്പനികളുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇക്വിറ്റി ട്രേഡിങ്ങിൽ ഈ ഷെയറുകൾ നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും. മാത്രമല്ല, ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാങ്ങാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കാം. അതുകൊണ്ടാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രേഡിംഗ് എന്ന് ഇക്വിറ്റി ട്രേഡിംഗ് അറിയപ്പെടുന്നത്. ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ ക്യാഷും കൊടുത്ത് ഷെയറുകൾ അവരുടെ പേരിൽ വാങ്ങുന്നതാണ് ഈ രീതി. 5 പൈസ പോലെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഇതിനായിട്ട് 3 മാസത്തോളം ലീവറേജും കൊടുക്കുന്നുണ്ട്. ലീവറേജ് ഉപയോഗിച്ച് ഷെയർ വാങ്ങുക എന്നുള്ളത് കടമെടുത്ത് വാങ്ങുന്നതിന് തുല്യമാണ്. മാത്രവുമല്ല, ബ്രോക്കിംഗ് ഫേംസ് ഇതിന് ഇൻട്രസ്റ്റ് ഈടാക്കുന്നുമുണ്ട്. ഇതിനൊരു കാലാവധിയുണ്ട്. 5 പൈസയൊക്കെ 3 മാസമാണ് ഇതിന് കാലാവധി കൊടുക്കുന്നത്. ഈ 3 മാസത്തിനുള്ളിൽ നമ്മൾ മേടിച്ച ഷെയർ വിറ്റുമാറുകയോ അല്ലെങ്കിൽ അതിന് തുല്യമായ ക്യാഷ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യണം. ഈ ട്രേഡിങ്ങിൽ ലാഭം വന്നാൽ ആ ലാഭം നമുക്കെടുക്കാം. നഷ്ടമാണെങ്കിൽ ആ ക്യാഷ് കൂടി നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലീവറേജ് എന്നത് മാറ്റി നിർത്തിയാൽ വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് ആണ് ഇക്വിറ്റി ട്രേഡിംഗ്. കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്ന ഒരു ട്രേഡിംഗ് ആണ് ഇക്വിറ്റി ട്രേഡിംഗ്. ഇതിനോട് ഏകദേശം തുല്യമായ മറ്റ് 2 ഇൻവെസ്റ്റിംഗ് കൂടിയുണ്ട്. അതൊന്ന് മ്യൂച്വൽ ഫണ്ടാണ്, രണ്ടാമത്തേത് സ്മോൾ കേസസ് ആണ്. ഇക്വിറ്റി ട്രേഡിംഗിൽ ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. 5 പൈസയുടെ വിൻഡോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇക്വിറ്റി എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻസി, കമോഡിറ്റി എന്ന് താഴേക്ക് മറ്റ് 2 വിഭാഗങ്ങൾ കൂടി കാണാൻ പറ്റും. അതിൽ ഇക്വിറ്റി സെലക്ട് ചെയ്യുക. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ പേര് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ടാറ്റ മോട്ടോഴ്സ് എന്ന് സെലക്ട് ചെയ്തു. ഇതിന് താഴെയായിട്ട് 3 ഓപ്ഷൻസ് കാണാം: ഇക്വിറ്റി, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്. ഇതിൽ ഇക്വിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഷെയറുകളെല്ലാം ഡിസ്പ്ലേ ആകും. നമുക്കിവിടെ 4 കാറ്റഗറി കാണാൻ പറ്റും. ഒന്ന് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്, അതിൻ്റെ താഴെ ടാറ്റ മോട്ടോഴ്സ് DVR. ഇത് രണ്ടും ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറുകൾ തന്നെയാണ്. ഇത് രണ്ടും NSEയിലുള്ള ഷെയറുകളാണ്. ഇതിന് താഴെ BSE ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്, BSE ടാറ്റ മോട്ടോഴ്സ് DVR എന്ന് കാണാൻ പറ്റും. മറ്റൊന്നുമല്ല, NSEയിൽ വാങ്ങാം അല്ലെങ്കിൽ BSEയിൽ വാങ്ങാം. 2 എക്സ്ചേഞ്ചുകളാണല്ലോ ഉള്ളത്. ഇതിൽ ഏത് എക്സ്ചേഞ്ചിൽ വാങ്ങണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. കോമൺ ആയിട്ട് ആൾക്കാർ വാങ്ങുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് NSEയിൽ നിന്നാണ്. കാരണം ട്രേഡിംഗ് എല്ലാം കുറച്ച് എളുപ്പമാണ്. അതുകൂടാതെ വോളിയം അതിൽ കൂടുതലുണ്ടാവും. ആ സ്റ്റോക്കിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഒരു ആരോയും BS എന്ന് കാണാൻ പറ്റും. അതായത് ബൈ ആൻഡ് സെല്ലാണ് അവിടെ BS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെയും വാങ്ങാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. രണ്ടാമത്തെ ഫ്യൂച്ചേഴ്സ് ആണ്. ഫ്യൂച്ചർ ട്രേഡിംഗ് എല്ലാ സ്റ്റോക്കുകൾക്കും ഇല്ല. ഏകദേശം ഒരു 200-ൽ താഴെയുള്ള സ്റ്റോക്കുകൾക്ക്, 187 ആണ് എന്ന് തോന്നുന്നു കറക്റ്റ്, അത്രയും സ്റ്റോക്കുകൾക്ക് മാത്രമേ ഫ്യൂച്ചേഴ്സ് ഉള്ളൂ. ഈ ഫ്യൂച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് 2 ഇൻഡെക്സും വാങ്ങാൻ പറ്റും, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ആദ്യം നമുക്ക് ഫ്യൂച്ചേഴ്സിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. ഫ്യൂച്ചറിന്റെ ചാർട്ട് ഏകദേശം ഇക്വിറ്റിയുടെ ചാർട്ടിന് തുല്യമായിരിക്കും. എന്നാൽ പോലും ചെറിയ പ്രൈസ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഫ്യൂച്ചറിന് 2 തരം ട്രേഡിങ്ങുകളാണുള്ളത്. ബൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സെല്ല് ചെയ്യാനും പറ്റും. ഇക്വിറ്റിയിൽ ഇവിടെ നമ്മൾ കണ്ടത് ഇക്വിറ്റിയിൽ ഒൺലി ബൈയിങ് ആണ്. ബൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. ഇൻട്രാഡേക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. അതിന് ഷോർട്ട് സെല്ലിങ് എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം ഇന്ന് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ സെല്ല് ചെയ്ത അത്രയും ഷെയറുകൾ തിരിച്ചു വാങ്ങിയിരിക്കണം. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡാണ് ഷോർട്ട് സെല്ലിങ്. കാരണം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അന്ന് തന്നെ അത് ക്ലിയർ ചെയ്തിരിക്കണം. എന്നാൽ ഫ്യൂച്ചേഴ്സിൽ വരുമ്പോൾ അങ്ങനെയല്ല. എക്സ്പയറി ഡേറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും, സെല്ല് ചെയ്യാൻ പറ്റും. ആദ്യം സെല്ല് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ നമുക്ക് 2 ഇൻഡെക്സുകൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യത്തെ ബോക്സിൽ ഇക്വിറ്റി എന്ന് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. 2 ഇൻഡെക്സുകൾ ഞാൻ ഉദ്ദേശിച്ചത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമാണ്. നിഫ്റ്റി എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തു. അതിന് താഴെയുള്ള 3 ഓപ്ഷനിൽ ഫ്യൂച്ചേഴ്സ് എന്ന് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ 3 എൻട്രീസ് കാണാൻ പറ്റും. നിഫ്റ്റി 30 ജാനുവരി 2020, നിഫ്റ്റി 27 ഫെബ്രുവരി 2020, നിഫ്റ്റി 26 മാർച്ച് 2020. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 3 മാസങ്ങളിലേക്കുള്ള നിഫ്റ്റി നമുക്കിവിടെ വാങ്ങാനും വിൽക്കാനും പറ്റും. നമുക്ക് ആദ്യത്തെ കേസ് പരിഗണിക്കാം. 30 ജാനുവരി 2020. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് 30-ാം തീയതിയാണ്.
അതായത് ഈ 30-ാം തീയതി വരെയാണ് നമുക്കിതിൽ സമയമുള്ളത്. നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ നിഫ്റ്റി ബൈ ചെയ്യാം. 30-ാം തീയതിക്കുള്ളിൽ അത് ക്ലിയർ ചെയ്യണം. 30-ാം തീയതിയിലും ക്ലിയർ ചെയ്യാം, നോ പ്രോബ്ലം. ബൈ ചെയ്താൽ സാധനം സെല്ല് ചെയ്യണമെന്നർത്ഥം. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് അത് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഓരോ മാസത്തെയും എക്സ്പയറി ഡേറ്റ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്നത്. അതായത് ആ ഡേറ്റിനുള്ളിൽ നമ്മൾ എന്താണോ ട്രേഡ് ചെയ്തത് അത് ക്ലിയർ ചെയ്തിരിക്കണം. ഇതുപോലെ തന്നെ നിഫ്റ്റി ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാനും പറ്റും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റിയിൽ 1 രൂപയുടെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 75 ക്വാണ്ടിറ്റിയാണ്. 1 രൂപയുടെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ 75 രൂപ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ആയി വരും. നമ്മുടെ ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ ലോസ് ആയിരിക്കും. അതായത് ഹ്യൂജ് പ്രോഫിറ്റും ഹ്യൂജ് ലോസും വരാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. 100 പോയിൻ്റ് വ്യത്യാസം ഉണ്ടായാൽ 7500 രൂപ ലോസോ പ്രോഫിറ്റോ വരാമെന്ന് നമുക്ക് മനസ്സിലായി. ഏത് എക്സ്പയറി ഡേറ്റിനുള്ളതാണോ വേണ്ടത് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ബൈ ഓർ സെല്ല് സെലക്ട് ചെയ്യാം. അതുകൂടാതെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ചാർട്ട് കാണാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിത് വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇതിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ബാക്കി നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് 3 എക്സ്പയറി ഡേറ്റുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ബൈ ഓർ സെല്ല് പോസിബിൾ ആണ്. ഹ്യൂജ് ലോസും ഹ്യൂജ് പ്രോഫിറ്റും വരാവുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ല ക്യാഷ് ആവശ്യമുണ്ട്. എത്ര ക്യാഷ് വേണമെന്നുള്ളത് നിങ്ങളുടെ ബ്രോക്കിംഗ് ഫേമിൽ ഇത് ബൈ ഓർ സെല്ല് അടിച്ചു കൊടുത്താൽ മതി. സഫീഷ്യൻ്റ് ക്യാഷ് ഇല്ല എങ്കിൽ ഇനിയും ഇത്ര ക്യാഷ് കൂടി വേണമെന്ന് അവരവിടെ കാണിക്കും. അങ്ങനെ നമുക്ക് എത്ര ക്യാഷ് ഇതിന് വേണമെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് എങ്ങനെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ സെൽ ഓർ ബൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അശോക് ലൈലാൻഡ് എന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്തു. ഇതിന് 3 മാസത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന 3 മാസങ്ങളിലെ ഫ്യൂച്ചേഴ്സ് നമുക്ക് ബൈ ഓർ സെല്ല് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ വെറുതെ ബൈ എന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണെന്ന് കാണാൻ പറ്റും. ക്വാണ്ടിറ്റി 8000 ആണ്. ഈ ക്വാണ്ടിറ്റി നമുക്ക് മാറ്റണമെങ്കിൽ അടുത്തത് 16000, അടുത്തത് 24000, ഇങ്ങനെയാണ് മാറ്റാൻ പറ്റുള്ളൂ. അതായത് 8000 എന്നുള്ളത് ഒരു ലോട്ടാണ്. ലോട്ട് സൈസിലുള്ള ട്രേഡിംഗ് മാത്രമേ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും അവൈലബിൾ ആയിട്ടുള്ളൂ. 8000-ന് പകരം നമുക്ക് 4000 എന്നോ 1000 എന്നോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു ലോട്ടാണ് നമ്മളിവിടെ ബൈ ചെയ്യുന്നതെങ്കിൽ 1 രൂപ സ്റ്റോക്കിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് 8000 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ലോസിൻ്റെ കാര്യം വന്നാലും അങ്ങനെ തന്നെ. ഫ്യൂച്ചർ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നോക്കേണ്ടത്. 2 തരം ചാർട്ടുകളുണ്ട്. ഒന്ന് ഇക്വിറ്റിയിലുള്ള ചാർട്ടും രണ്ടാമത്തേത് ഫ്യൂച്ചറിൽ ഉള്ള ചാർട്ടും. ഈ ചാർട്ട് തമ്മിൽ ചെറിയ പ്രൈസ് വ്യത്യാസം ഉണ്ടാകാം. പലപ്പോഴും ഈ പ്രൈസ് ഒരുമിച്ച് വരാറുമുണ്ട്. എന്നാലും ട്രേഡിംഗ് ഡേയിൽ എപ്പോഴും ഒന്നും പ്രൈസ് ഒരേ പ്രൈസ് ആയിരിക്കില്ല. വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഇനി ഒരു കാര്യം ആലോചിക്കുക, അശോക് ലൈലാൻഡിൻ്റെ ഒരു ലോട്ട് ഇക്വിറ്റിയിൽ ഷെയർ മേടിക്കണമെങ്കിലും ഒരുപാട് പൈസ വേണമെന്ന് നമുക്കറിയാം. കാരണം 8000 ആണ് ക്വാണ്ടിറ്റി ഇൻറ്റു ഇപ്പോഴുള്ള പ്രൈസ് എത്രയാണോ അത്രയും. എന്നാൽ ഫ്യൂച്ചറിൽ അത്രയും ക്യാഷ് വേണ്ട. അതിന് കാരണം ഫ്യൂച്ചറിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റിനുള്ളിൽ നമ്മളിത് ക്ലിയർ ചെയ്തിരിക്കണം. മാത്രവുമല്ല നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ ലോസിലാണ്, ഇനിയിപ്പോൾ നമുക്ക് ഇത് കുറേ നാളത്തേക്ക് ഹോൾഡ് ചെയ്യണം എന്ന കാര്യമൊന്നും നടക്കില്ല. ക്യാരി ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രേഡിങ്ങിന് മുമ്പ് ബ്രോക്കറുമായിട്ട് അത് കൺഫേം ചെയ്തിട്ട് മാത്രം ഉറപ്പിക്കുക. അതായത് ഈ മാസം നമുക്ക് ലോസിലാണ് എങ്കിൽ അത് നെക്സ്റ്റ് മന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ക്യാരി ഫോർവേഡിങ്. ഇത് തന്നെയാണ് ഇപ്പോൾ വിറ്റിട്ട് അടുത്ത മാസം ഫ്യൂച്ചർ വാങ്ങുക എന്നുള്ളതും. പക്ഷേ ഇക്വിറ്റിയിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇഷ്ടമാണ് എപ്പം നമ്മൾ വിൽക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും ക്യാഷ് തന്നെ കൊടുക്കണം. അതായത് ഒരു ലോട്ട് ഇക്വിറ്റി ഷെയർ മേടിക്കണമെങ്കിൽ ക്വാണ്ടിറ്റി ഇൻറ്റു ഇപ്പോഴത്തെ പ്രൈസ് ഏതോ ആ പ്രൈസ്, അത്രയും ക്യാഷ് ഫുള്ള് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ സേഫാണ്. പിന്നെ ഇക്വിറ്റിയിൽ നമുക്കുള്ളൊരു ഗുണം, ഇപ്പോൾ 8000 ക്വാണ്ടിറ്റിയാണ് അശോക് ലൈലാൻഡ്. പക്ഷേ നമുക്ക് അത്രയും വേണ്ട. നമുക്കൊരു 1000 ക്വാണ്ടിറ്റി മതിയെങ്കിൽ അങ്ങനെ മേടിക്കാം, ഒരെണ്ണം മതിയെങ്കിൽ അങ്ങനെ മേടിക്കാം. അങ്ങനെയുള്ള ലിബറേഷൻസ് ഇക്വിറ്റി ട്രേഡിങ്ങിലുണ്ട്. അതുകൊണ്ടാണ് ഫ്യൂച്ചറിനെ കഴിഞ്ഞും ഓപ്ഷനെ കഴിഞ്ഞും ഇക്വിറ്റി ട്രേഡിങ് സേഫാണ് എന്ന് പറയാൻ കാരണം. മാത്രമല്ല കടമൊന്നും നമ്മൾ എടുക്കാത്തതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ബാധ്യതയുമില്ല. എപ്പോൾ ലാഭം കിട്ടുന്നോ അപ്പോൾ കൊടുത്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻസ് ഫ്യൂച്ചറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ ലോട്ട് സൈസ് ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. ഓപ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു 12ഓളം വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലിടാം. അത് കണ്ട് എങ്ങനെയാണ് ഓപ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് 2 ഇൻഡെക്സ് എങ്ങനെ ഓപ്ഷനിലേക്ക്
തിരഞ്ഞെടുക്കാമെന്ന് പരിഗണിക്കാം. ഒന്ന് നിഫ്റ്റി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ ഓപ്ഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് കുറേ എൻട്രീസ് കാണാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വീക്കിലി ഉള്ള വ്യാഴാഴ്ചകളിലെ ഡേറ്റ് ആണ്. 9 ജാനുവരി, 16 ജാനുവരി, 23 ജാനുവരി, 30 ജാനുവരി, അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരിയിലേക്ക് പോകും, അത് കഴിഞ്ഞ് മാർച്ചിലേക്ക് പോകും. അതായത് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഓപ്ഷൻ എക്സ്പയർ ആകുന്നത് എല്ലാ ആഴ്ചയിലുമാണ്. നമുക്കിത് ഏത് ആഴ്ച വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫെബ്രുവരിയിലുള്ള ഇപ്പോൾ സെലക്ട് ചെയ്യാം, നോ പ്രോബ്ലം. അതിലിപ്പോൾ ട്രേഡ് ചെയ്യാം. പ്രീമിയം കൂടുതലായിരിക്കും എന്ന് മാത്രം. ഏറ്റവും അടുത്തുള്ള ഓപ്ഷനാണ് പ്രീമിയം ഏറ്റവും കുറവുണ്ടാകുക. അപ്പോൾ വേറെ ഒരു കുഴപ്പമുണ്ട്, എക്സ്പയറി ഡേറ്റ് അന്ന് വരെയേ ഈ സാധനം നമുക്ക് കൈവെക്കാൻ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നമ്മൾ വിറ്റ് മാറിയേ പറ്റും. ഇതേ അവസ്ഥ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്കും. അതേസമയം സ്റ്റോക്കിലേക്ക് വരുമ്പം ഓപ്ഷൻസിന് വീക്കിലി എക്സ്പയറി ഇല്ല, അത് മന്ത്ലി എക്സ്പയറി ആണ്. ഇനി ഏറ്റവും അടുത്ത് വരുന്ന എക്സ്പയറി 30 ജാനുവരിയാണ്. അതേസമയം ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ഒക്കെ ഓപ്ഷൻസ് ഇപ്പോഴും നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഈ എക്സ്പയറി ഡേറ്റ് വരെയേ അതിന് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കോൺട്രാക്റ്റ് 0 ആയി പോകും. അതിനർത്ഥം എക്സ്പയറി ഡേറ്റിനുള്ളിൽ നമ്മൾ ഈ കോൺട്രാക്ട്സ് വിറ്റിരിക്കണം എന്നുള്ളതാണ്. ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. പ്രധാനമായിട്ടും 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് NSEയുടെ സൈറ്റിലേക്ക് പോകാം. ഇതിനായിട്ട് ഗൂഗിളിൽ NSE ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന വിൻഡോയിൽ NSEindia.com എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മൾ NSEയുടെ സൈറ്റിലേക്ക് എൻ്റർ ആകും. അവിടുന്ന് നമുക്ക് ഇതിൻ്റെ പഴയ വേർഷൻ മതി, ഈ സൈറ്റിൻ്റെ പഴയ വേർഷൻ മതി. അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പഴയ വേർഷനിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിൻഡോയിൽ ഇക്വിറ്റി എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇക്വിറ്റി ഡെറിവേറ്റീവ് എന്നതിലേക്ക് മാറ്റി കൊടുത്താൽ മാത്രമേ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്ഷൻ ചെയിന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് നിഫ്റ്റിയുടെ മാത്രം നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൽ ക്ലിക്ക് ചെയ്തു. നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT എന്ന് 3 ഓപ്ഷൻസ് കണ്ടു. ഇതിൽ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50 സെലക്ട് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ നിഫ്റ്റി ബാങ്ക് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ നിഫ്റ്റി 50 സെലക്ട് ചെയ്യാം. ഇപ്പോൾ വന്ന വിൻഡോയിൽ ഓപ്ഷൻ ചെയിന് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഓപ്ഷൻ ചെയിന്. കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ എക്സ്പയറി ഡേറ്റ് എന്ന് കാണാൻ പറ്റും. ആ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കാം. ഏത് ഡേറ്റിലാണോ നമുക്ക് നോക്കേണ്ടത് ആ ഡേറ്റ് ആക്കിയിട്ട് മാറ്റി കൊടുക്കാം. അതായത് എക്സ്പയറി ഡേറ്റ് 9 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 16 ആണ്. അത് കഴിഞ്ഞ് വരുന്നത് 23 ആണ്. അത് കഴിഞ്ഞ് വരുന്നത് 30 ആണ്. അത്രയേ ഉള്ളൂ ജനുവരിയിലെ എക്സ്പയറി ഡേറ്റ്സ്. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് പോകും. ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓപ്ഷൻസ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോൾസ് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ പേര് കോൾ ഓപ്ഷൻ എന്നാണ്. ഈ കോൾ ഓപ്ഷൻ തന്നെ നമുക്ക് 2 രീതിയിൽ ട്രേഡ് ചെയ്യാം. ഒന്ന് കോൾ ഓപ്ഷൻ വാങ്ങാം, 2 കോൾ ഓപ്ഷൻ വിൽക്കാം. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിന് ഓപ്ഷൻ റൈറ്റിംഗ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഓപ്ഷൻ റൈറ്റിംഗിൻ്റെ കുറച്ച് ഡീപ്പായിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് ചെയ്യാം. ഇപ്പോൾ പൊതുവായിട്ട് ഇതെന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പുട്ട്സ് എന്ന് കാണാൻ പറ്റും. ഇതിലും 2 തരം ട്രേഡിങ്ങുകളുണ്ട്, പുട്ട് ബൈയിങ് ആൻഡ് പുട്ട് സെല്ലിങ്. അപ്പം നമുക്കിവിടെ 4 തരം ട്രേഡിങ്ങുകൾ കാണാൻ പറ്റും. കോളിൽ 2 എണ്ണം, പുട്ടിൽ 2 എണ്ണം. കോളിൽ ഒരു ബൈയും ഒരു സെല്ലും, പുട്ടിൽ ഒരു ബൈയും ഒരു സെല്ലും. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡീപ്പിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വരുന്ന വീഡിയോകളിൽ ഡീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു സ്റ്റോക്കിന്റെ ഓപ്ഷൻ ചെയിൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഇക്വിറ്റി എന്ന ബോക്സിൽ ഇക്വിറ്റി എന്ന് തന്നെ സെലക്ട് ചെയ്യുക. ഇക്വിറ്റി ഡെറിവേറ്റീവ് സെലക്ട് ചെയ്യരുത്. ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് അശോക് ലൈലാൻഡ് എടുക്കാം. ഇതിനുശേഷം ഓപ്ഷൻ ചെയിൻ സെലക്ട് ചെയ്ത് ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആക്കാം. നമുക്ക് മുകളിൽ കണ്ട എക്സ്പയറി ഡേറ്റ് നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വീക്കിലി എക്സ്പയറി ഇല്ല. അതായത് സ്റ്റോക്കുകൾക്ക് മന്ത്ലി എക്സ്പയറി ഉള്ളൂ. ജനുവരി മാസം കഴിഞ്ഞാൽ അടുത്ത എക്സ്പയറി വരുന്നത് ഫെബ്രുവരി മാസം അവസാനത്തെ വ്യാഴാഴ്ചയാണ്. അത് കഴിഞ്ഞ് മാർച്ച് മാസം ലാസ്റ്റ് വ്യാഴാഴ്ചയാണ് വരുന്നത്. ഇത്രയും സംഭവങ്ങളാണ് നമുക്കിവിടെ വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇൻഡെക്സിനെ അപേക്ഷിച്ചിട്ട് വീക്ക്ലി എക്സ്പയറി ഇല്ല എന്നുള്ളതാണ് ഇക്വിറ്റിക്ക്. പുതുതായിട്ട് കാണുന്നവർക്ക് ഓപ്ഷനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷനെ പറ്റി ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾ കാണുക. അത് കണ്ടതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.